നമസ്കാരം. ചാമക്കുഴി കുവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കുവാറ്റി വോയിസിന്റെ 164 പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 4ാം തരത്തിലെ ആദിശ്രീ GK. ഈ ആഴ്ച 5ാം തരത്തിന്റെ ഇംഗ്ലീഷ് അസംബ്ലി ആയിരുന്നു. അനുരൂപ PM നേതൃത്വം നൽകിയ അസംബ്ലിയിൽ ആയിഷത്ത് നിഹാല ഇന്നത്തെ ചിന്തയും, ആരാധ്യ M ഒരു ദിവസത്തെ ഡയറിയും, ദുബത് കൃഷ്ണ പത്രവാർത്തയും, അർച്ചിത സ്റ്റോറി ടെല്ലിങ്ങും, അൽക്ക ഇവി നെഹ്റുവിന്റെ ജീവചരിത്രവും അവതരിപ്പിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ പ്രീ പ്രൈമറി ടാലന്റ് ഫെയർ പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടിയ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പഠനോത്സവത്തിന്റെ ഭാഗമായി ചിറ്റാരിക്കാൽ സബ് ജില്ലാ FRG കൺവീനർമാർക്ക് വേണ്ടി വെള്ളരിക്കുണ്ട് FLP സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ ജിൻഷ KV പങ്കെടുത്തു. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പരിപാടിയുടെ ഭാഗമായി ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. 14/2/2025 മംഗലാപുരത്തേക്ക് നടത്തിയ പഠനയാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി 7ാം തരത്തിലെ അനാമിക മധു ചേരുന്നു. 2025 വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ ഡ്രീംസ് ട്രാവൽ ഏജൻസിയുടെ തത്വമസി എന്ന ബസ്സിൽ നമ്മൾ യാത്ര ആരംഭിച്ചു. 7:40 ചട്ടഞ്ചാലിലെ മിലൻ ഹോട്ടലിൽ പ്രഭാത ഭക്ഷണത്തിനായി കയറി. വളരെ നല്ലൊരു പ്രഭാത ഭക്ഷണമാണ് മിലൻ ഹോട്ടൽ നമ്മൾക്കായി ഒരുക്കിയത്. പിന്നെ ഞങ്ങളുടെ ആദ്യ സന്ദർശന സ്ഥലമാണ് മാർബിൾ ടെമ്പിൾ. ഈ അമ്പലത്തിന്റെ നില മാർബിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിന് മാർബിൾ ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണം. വളരെയധികം ആചാരമുള്ള ഒരു അമ്പലമായിരുന്നു ഇത്. അടുത്തത് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് വണ്ടി നിർത്തിയത്. അവിടുത്തെ ലേക്കിൽ നമ്മൾ പോയിരുന്നു. വളരെ മനോഹരമായി ചെത്തി പിന്നിക്കാണ് ആ ഗാർഡനിലെ ചെടികൾ സംരക്ഷിച്ചു വരുന്നത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അത് നമ്മളെല്ലാം വളരെ ആകർഷിച്ചിരുന്നു. പിന്നെ നമ്മളിൽ അധിക പേരും കൈത്തറി യന്ത്രമോ കത്തി നിർമ്മാണമോ കണ്ടു കാണില്ല. ഞങ്ങൾ അത് കണ്ടു. എവിടെയെന്നാൽ കാന്താര, ജയിലർ എന്നീ സിനിമകൾ ഷൂട്ട് ചെയ്ത നാലുകെട്ട് വീടിന്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരുപാട് പണിശാലകൾ ഉണ്ടായിരുന്നു. പിന്നെ കാന്താര ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ആ നാട്ടിലെ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരു മൈതാനത്ത് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണമായ ബിരിയാണി കഴിച്ചു. പഠനയാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി 7ാം തരത്തിലെ അൻമിത വിപൻ ചേരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞങ്ങൾ മൃഗശാല സന്ദർശിച്ചു. അവിടെ മനോഹരമായ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടു. ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് പക്ഷികളെ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. കാസർഗോഡ് ജില്ലയുടെ പക്ഷിയായ വെള്ളവയറൻ കടൽപ്പരുന്ത്, ട്രീ ഡക്ക്, സിൽവർ ഫെസന്റ് തുടങ്ങി ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റി. കൂടാതെ സിംഹം, കടുവ, കുറുക്കൻ, കാട്ടുപോത്ത് എന്നീ മൃഗങ്ങളെയും കണ്ടു. പിന്നെ ഞങ്ങൾ പാമ്പുകളെയാണ് കണ്ടത്. അണലിയും രാജവെമ്പാലയും ഒക്കെ ആയിരുന്നു അവ. വലിയതും ചെറിയതുമായ പക്ഷി മൃഗാദികളെ കാണാൻ വളരെയേറെ രസകരമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയത്തിലായിരുന്നു പോയത്. അവിടെ നിന്നും 3D കണ്ണട ധരിച്ച് 3D മൂവി കണ്ടു. മുതല വായ തുറക്കുന്നതും കടലിൽ യാത്ര ചെയ്യുന്നതുമൊക്കെ കുറച്ച് പേടിയുണ്ടാക്കിയെങ്കിലും ഇതുവരെ കാണാത്ത ഒരനുഭവം ഇത് ഞങ്ങളിൽ ഉണ്ടാക്കി. ഒത്തിരി നേരം ഞങ്ങൾ ഇത് ആസ്വദിച്ചു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അല്പനേരം കളിച്ചു. ഇത്തിരി നേരമാണെങ്കിലും വളരെ രസകരമായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് യാത്രയായി. അവിടെ എത്തിയ ഉടൻ ഞങ്ങൾ 6 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആമയെ ഉണ്ടാക്കി. എല്ലാവർക്കും ഇത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. എല്ലാവരും വളരെ നന്നായി ഈ പ്രവർത്തനത്തെ ഏറ്റെടുത്തു. കടലിന്റെ തിരകൾ അടിക്കുന്ന മണൽത്തീരങ്ങളിൽ ഞങ്ങൾ കളിച്ചു. ചിലർ കബഡിയും ചിലർ ഓടിയും കളിച്ചു. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചട്ടഞ്ചാലുള്ള മിലൻ ഹോട്ടലിൽ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചു. പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു ഭക്ഷണം. വളരെ രുചികരമായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചിരുന്നു. കൂടാതെ ഇതിനു മുമ്പ് ഞങ്ങൾ റീലെടുത്തിരുന്നു. അവസാനമായി ഞങ്ങൾ സ്കൂൾ വാതിൽക്കലെത്തി. ഈ വർഷത്തെ ഞങ്ങളുടെ പഠനയാത്ര ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഞങ്ങളുടെ പഠനയാത്ര അടിപൊളിയാക്കുകയും ഞങ്ങളുടെ പഠനയാത്രയിൽ മുഴുവൻ സഹകരിക്കുകയും ചെയ്ത ഡ്രീംസ് ട്രാവൽസിന് ഞങ്ങളുടെ സ്കൂളിന്റെ വക നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 7ാം തരത്തിലെ അനുഗ്രഹ് വി പിറന്നാൾ സമ്മാനമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. അനുഗ്രഹിനും 7ാം തരത്തിലെ ധ്രുവരാജ് വിക്കും 5ാം തരത്തിലെ അൽക്ക ഇ ആയിഷത്ത് നിഹാല എന്നിവർക്കും കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.